ഹലോ വെൽക്കം ടു നിയാസാറസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിസ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഡ്രൈ ഈസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഡ്രൈ ഈസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂടൊന്നും പാടില്ല, വെള്ളത്തിന് ലൈറ്റായിട്ടുള്ള ഒരു ചൂട് മതി. അപ്പോൾ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ആ ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങിക്കിട്ടും. ഇനി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൈദയുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ നേരത്ത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റ് അല്ലാത്തൊരു ഡോ ആയിരിക്കും കിട്ടുന്നത്. കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഡോ ആയിരിക്കും. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് 1.5 മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് പൊങ്ങാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർക്കാവുന്നതാണ്. ഓയിൽ എല്ലായിടത്തും ആവത്തക്ക വിധം നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ ഒന്ന് മൂടി 1.5 മുതൽ 2 മണിക്കൂർ വരെ പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്ന പാനിലേക്ക് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ആ പാനിൻ്റെ അതേ വട്ടത്തിലേക്ക് ഇത് പരത്തിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ കുറച്ച് കട്ടിയിലിരിക്കണം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതിൽ എയർ റിലീസ് ആവാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാവുന്നതാണ്. സോസ് എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മോസറല്ല ചീസാണ്. ഈ സോസ് പോലെ തന്നെ മോസറല്ല ചീസും നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് പനീറാണ്. ഞാനിവിടെ പനീർ ടിക്കയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പനീറിന് പകരം നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ വേറെ ഏത് മീറ്റായാലും നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 3 കളർ ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളിയും ഒരു ചെറിയ കഷ്ണം സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഒലിവ് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ ഇതിന് മുകളിലായിട്ട് വീണ്ടും ചീസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീസ് സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ചീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മുകളിലായിട്ട് ഞാൻ ഒരു 4 ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മൊസറല്ല ചീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായി 1/4 ടീസ്പൂൺ ഒരിഗാനോ കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിത് ഒരു അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് അവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കടായിൽ വെച്ചിട്ടോ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 17 മിനിറ്റ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കടായിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഈ പിസ്സ പാൻ ഇറക്കി വെക്കാം. ഇതൊരു 20 മിനിറ്റൊക്കെ കടായിൽ വേണ്ടി വരും കേട്ടോ. 20 മുതൽ 25 മിനിറ്റൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കടായിലാകുമ്പോൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിസ്സയുടെ ബേസൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റായി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.